ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ നാൾ കൂടിയിട്ടൊരു മേക്കപ്പ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം തിരക്കാണ്. അതാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പം ഇത് ബ്രൈഡ് സൈനുവിൻ്റെ വെഡ്ഡിങ് ഡേയുടെ മേക്കപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പം നമ്മൾ രാവിലെ ഒരു 3:30 ഒക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങി. ഒരു 4 ആകുമ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. എന്നാലാണ് നമ്മൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോസ് ഔട്ടൊക്കെ എടുത്തിട്ട് ബ്രൈഡിനെ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വന്നിട്ട് 4 മണിക്കൂറാണ് കേട്ടോ ഞാൻ ബ്രൈഡ്സിനോട് പറയാറ്. അതിൽ ചിലർ നമ്മൾ 3 മണിക്കൂറാകുമ്പോൾ കഴിയും, ചിലർക്ക് 3:30 മണിക്കൂറാകുമ്പോൾ കഴിയും. പക്ഷേ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് നമ്മളൊന്ന് ലേറ്റ് ആയാൽ പിന്നെ അവർക്ക് ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഈ 4 മണിക്കൂർ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിന് മുന്നേ ചെയ്ത് കഴിയാറുണ്ട്. പിന്നെ നമുക്കും മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുമ്പം അത്യാവശ്യം സമയം പോകും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ 4 മണിക്കൂർ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിത് ബ്രൈഡിൻ്റെ വീടെത്തി. അടുത്ത് തന്നെ ആയിരുന്നു. അപ്പം കൂടുതലും നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ബ്രൈഡ് എഴുന്നേറ്റ് വരുന്നതും ഫ്രഷപ്പായി വരുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ എത്താൻ ശ്രമിക്കുക. കാരണം അവരൊന്ന് ഫ്രഷായി വരാൻ തന്നെ ഒരു 10-15 മിനിറ്റ് എടുക്കും. സമയം വേഗമായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ അവർ എഴുന്നേറ്റ് വരാനൊക്കെ കുറച്ച് സമയം എടുക്കും. സോ നമ്മൾ മാക്സിമം കറക്റ്റ് ടൈമിൽ തന്നെ ചെല്ലുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രൈഡ് വന്നു, ആൾ ഫ്രഷായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെൻസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ലെൻസ് വെച്ചിട്ട് ഞാൻ ഷെയ്ഡ് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഒരുപാട് തോന്നുന്ന പോലെയുള്ള ഒരു ലെൻസ് ഷെയ്ഡ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ലെൻസ് ഷെയ്ഡൊക്കെ ഓക്കെ ആണോ, ഞാൻ എല്ലാവർക്കും ലെൻസ് വെച്ച് കൊടുത്തിട്ട് ചോദിക്കും കേട്ടോ ഷെയ്ഡൊക്കെ ഓക്കെ ആണോ എന്നുള്ളത്. കാരണം ചിലവർ ലൈറ്റായിട്ടുള്ളത് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് ലുക്കിൻ്റെ ലെൻസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒലൻസിൻ്റെ ലെൻസുണ്ട്, അത് കുറച്ചും കൂടെ നമുക്ക് അറിയാൻ പറ്റും ഏത് നമ്മൾ ലെൻസ് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളപ്പം അത് വെച്ചിട്ട് ബ്രൈഡ്സിനെ കാണിക്കും അവർക്ക് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. എന്നിട്ട് അവർ ഓക്കെ പറഞ്ഞാലാണ് നമ്മൾ ആ ലെൻസ് തന്നെ വെച്ച് വിടുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലെൻസ് മാറ്റി കൊടുക്കും കേട്ടോ. ഓക്കെ, അപ്പം ലെൻസ് വെച്ചൊക്കെ കഴിഞ്ഞു. ലെൻസൊക്കെ വെക്കാൻ വലിയ പ്രശ്നമില്ലായിരുന്നു, എളുപ്പം വെക്കാൻ പറ്റി. ചിലവരുടെ ഐസിൽ നമുക്ക് വെക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിപ്പം ലെൻസ് ആപ്ലിക്കേറ്റർ യൂസ് ചെയ്തിട്ടാണ് ലെൻസ് വെക്കുന്നത്. അത് ഈ ബ്യൂട്ടി ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ് ആപ്ലിക്കേറ്റർ. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾ അവരുടെ കണ്ണിൽ നമ്മളായിട്ട് ടച്ച് ചെയ്യണ്ടല്ലോ. അപ്പം ഈ ആപ്ലിക്കേറ്റർ യൂസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്തു. അത് നമ്മൾ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പാലറ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സുകൾ ഏതാണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാ പ്രോഡക്ട്സും പറയാറുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പാലറ്റിന് ആ പാലറ്റ് തീരുന്ന വരെ ആ പാലറ്റായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. നല്ലൊരു പാലറ്റാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് PACൻ്റെ ആണ്. പിന്നെ അനസ്തീഷ്യാൻ്റെ ജെൽ മറ്റേ എന്താ പറയുക ഐബ്രോ ജെല്ലുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരം ഒട്ടും പിരികൊക്കെ ഇല്ലാത്തവർക്ക് നമ്മൾ വരച്ചു കൊടുക്കുന്നത്, അത് നന്നായിട്ട് വരച്ചെഴുതിയ പോലെ ഇരിക്കും. പൗഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ഫീൽ ആയിരിക്കും കേട്ടോ വരിക. ഓക്കെ, അപ്പം നമ്മൾ ഐബ്രോ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഐ കൺസീൽ ചെയ്തു. കൺസീൽ ചെയ്യാനായിട്ട് ഞാൻ ടു ഫേസിൻ്റെ സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതൊരു മീഡിയം ടു ഫെയർ എന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം സ്കിൻ ടോണിന് പറ്റിയതാണ് കേട്ടോ. അപ്പം നമ്മൾ കൂടുതലും അതാണ് യൂസ് ചെയ്യാറ്. പിന്നെ ടാർട്ടിൻ്റെ ആണ് യൂസ് ചെയ്യാറ്, ടാർട്ടിൻ്റെ കൺസീലേഴ്സ്. അപ്പം ഞാനത് രണ്ടും കൂടെ മിക്സ് ചെയ്തും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം ഒരു ഫെയർ ടു മീഡിയത്തിലുള്ള ഒരാളാണെങ്കിൽ ഫെയർ ആയിട്ടുള്ള ടാർട്ടിൻ്റെ കൺസീലറും പിന്നെ ഈ ടു ഫേസിൻ്റെ മീഡിയം കൺസീലർ സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ കൺസീൽ ചെയ്ത് കഴിഞ്ഞ് പൗഡർ ഇട്ട് സെറ്റ് ചെയ്തു. ഹുദേൻ്റെ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യണത്. ഷെയ്ഡ് വന്നിട്ട് ബനാന ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണേ. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ മേക്കപ്പ് ചെയ്തു. ഐ മേക്കപ്പിന് ഞാൻ യൂസ് ചെയ്യുന്ന പാലറ്റ്സ് വന്നിട്ട് നമ്മുടെ ഹുദേൻ്റെ നോട്ടി പാലറ്റും അതുപോലെ പി ലൂയിസിൻ്റെ പാലറ്റുമാണ്. പി ലൂയിസിൻ്റെ പാലറ്റ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ നല്ല ഷെയ്ഡ്സുകളൊക്കെ ഉണ്ട്. നിങ്ങളൊരു നല്ലൊരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പാലറ്റാണ് കേട്ടോ. കാരണം നമ്മൾ ഹുദയ്ക്ക് വന്നിട്ടും ഒരു 5800 സംതിങ് ആണ് റേറ്റ് വരിക. ഈ പി ലൂയിസിന് വന്നിട്ട് 7000 സംതിങ് ആണെന്ന് തോന്നുന്നുണ്ട്. 7000 സംതിങ് 7 ഓർ 8 7000 സംതിങ് ആണെന്നാണ് തോന്നുന്നത്. അപ്പം ആ ഒരു റേറ്റിൽ ഹുദയ്ക്കകത്തുള്ളതിലും കൂടുതൽ കളേഴ്സ് മറ്റേതിലുണ്ട്, പി ലൂയിസിലുണ്ട്. അപ്പം കുറച്ചും കൂടെ വേർത്താണ് പി ലൂയിസ് വന്നിട്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഐ മേക്കപ്പ് കഴിഞ്ഞു. നമ്മൾ ഒരു ഹാഫ് ക്രീസ് കട്ട് ചെയ്തിട്ടായിരുന്നു ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ക്രീസ് കട്ട് ചെയ്തതിനകത്ത് നമ്മൾ ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുത്തു. അതും നമ്മുടെ ഹുദേൻ്റെ പാലറ്റിലുള്ള ഗ്ലിറ്റേഴ്സാണ് കേട്ടോ, നോട്ടി പാലറ്റിലെ.
ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മള് ലാഷ് വെച്ച് കൊടുക്കാണ്. ലാഷ് ഞാൻ യൂസ് ചെയ്യുന്നത് യൂറോ പാരസിൻ്റെ ലാഷാണ്. ഷെയ്ഡല്ല സോറി നമ്പർ വന്നിട്ട് 54 ആണ് കേട്ടോ യൂസാക്കല്. അപ്പോൾ കൂടുതലും നമ്മൾ 54 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് 52 ആണ്. അത് കുറച്ചും കൂടെ നമുക്ക് ലാഷുള്ള പോലെ ഫീൽ ചെയ്യും. 54 ആണ് നല്ല നാച്ചുറലായിട്ട് വരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ ലാഷ് പ്രശ്നമില്ലാത്ത ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ 52 ആയിരിക്കും, അല്ലെങ്കിൽ 54 ആട്ടോ യൂസ് ചെയ്യുക. അപ്പം ലാഷ് വെച്ച് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ മേളിൽ കൂടെ ഒന്നും കൂടെ ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒത്തിരി പേരുടെ ഇതിനകത്ത് കാണുന്നുണ്ട്. മീൻസ് നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ ചില ലാഷിൻ്റെ ആ ഒരു കോർണർ ഒന്ന് ഇളകിയിരിക്കണത്. അത് ആ ഒരു ഗ്ലൂ നന്നായിട്ട് ആവാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് വാട്ടറൊക്കെ ആവണ ഐസാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലൂ ഒന്ന് പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മേളിൽ കൂടെ ഒന്നുകൂടെ ലൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഫിക്സ് ആയിട്ട് അവിടെ ഇരിക്കും. ഇവർക്കത് വലിച്ചൂരി എടുക്കാൻ തന്നെ നല്ല പാടാണ്. അപ്പം നമ്മൾ ഈ തലേദിവസത്തെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ മിക്ക ബ്രൈഡ്സിലും ഈ ഒരു പശ അവിടെ ഓൾറെഡി ഉണ്ട്. കാരണം അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടാണ് അത് നിൽക്കുന്നത്. അപ്പം എന്ത് വന്നാലും നമുക്കത് ഇളകി പോകത്തില്ല. അപ്പം അങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഓക്കെ. അപ്പം ലാഷ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫേസിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എംബ്രയോൾസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ആളുടെ സ്കിൻ വന്നിട്ട് കുറച്ചൊരു ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് നമ്മൾ എംബ്രയോൾസിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബൊട്ടോക്സിൻ്റെ പ്രൈമറാണ്. എയർ ബ്രഷ് മേക്കപ്പാണ്. അതുകൊണ്ട് ബൊട്ടോക്സ് പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബൊട്ടോക്സ് പ്രൈമർ ഞാൻ എവിടെ നിന്നാണ് പർച്ചേസ് ആക്കിയിട്ടുണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് അനീസ് അൻസാരീൻ്റെ ഷോപ്പിൽ നിന്നാണ്. വേറെ എവിടെയെങ്കിലും കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ വേറെ എവിടത്തും കണ്ടിട്ടില്ല അത്. അനീസ് അൻസാരിയുടെ അവിടെ നിന്നാണ് ഞാനത് പർച്ചേസ് ആക്കാറ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കൺസീൽ ചെയ്ത് കൊടുത്തു. കൺസീൽ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാർട്ടിൻ്റെ കൺസീലറാണ്. ടാർട്ടും PACൻ്റെ കൺസീലറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഫൗണ്ടേഷൻ വന്നിട്ട് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊരു ബേസ് കൊടുത്തിട്ട് അതിലേക്കാണ് എയർ ബ്രഷ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. വളരെ ലൈറ്റായിട്ടാണ് ബേസ് കൊടുക്കുക. ഇത് നാസിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ചെറിയൊരു ബേസ് ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്തിട്ട് അതിലേക്കാണ് എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യുക. കാരണം കുറച്ചും കൂടെ ലാസ്റ്റിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. പിന്നെ അണ്ടർ ഐസ് കൺസീൽ ചെയ്ത് കൊടുക്കുക. ഞാൻ ഓരോരുത്തരും ഓരോ രീതിക്കാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അണ്ടർ ഐ കൺസീൽ ചെയ്തിട്ടാണ് എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യുക. കാരണം എയർ ബ്രഷ് കഴിഞ്ഞിട്ട് കൺസീലർ ചെയ്യുമ്പം എനിക്ക് കുറച്ച് കേക്കായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. സോ ഞാൻ അണ്ടർ ഐ കൺസീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് എയർ ബ്രഷ് ചെയ്യുക. അപ്പം ഒരു ലൈറ്റ് കളർ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് നാസിൻ്റെ ജിഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പം അത് നന്നായിട്ട് ബ്ലെൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് എയർ ബ്രഷ്. അപ്പോൾ എയർ ബ്രഷിന് ഞാൻ യൂസ് ചെയ്യണത് ഐവോട്ടേൻ്റെ മെഷീനാണ്. ഐവോട്ടയുടെ എയർ ബ്രഷ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് എല്ലാ ഫൗണ്ടേഷൻസും യൂസ് ചെയ്യാം. ഭയങ്കര തിക്കായിട്ടുള്ള ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു നോർമൽ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ളത് മിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ഭയങ്കര തിക്കായിട്ടുള്ളത് വരുമ്പം അതൊന്ന് ബ്ലെൻഡ് ആവാനും പ്രോഡക്റ്റ് വരാനും ഒക്കെ കുറച്ച് പാടായിരിക്കും. പിന്നെ ഇതിൽ യൂസ് ചെയ്യാനുള്ള ഡൈല്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പം ഡൈല്യൂട്ടർ നമ്മൾ ഇപ്പം ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഡൈല്യൂട്ടർ യൂസ് ചെയ്ത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. പിന്നെ എയർ ബ്രഷ് മേക്കപ്പിന് വന്നിട്ട് പൊതുവേ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും കേട്ടോ. നമ്മളിപ്പം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്താലും കുറച്ച് കഴിയുമ്പം ഇത് നല്ലതായിട്ട് സ്കിന്നിലേക്ക് ബ്ലെൻഡാവും. ബ്ലെൻഡായി കഴിയുമ്പം നല്ലൊരു നാച്ചുറൽ ഫീലാണ് കിട്ടുക. പിന്നെ നന്നായിട്ടും എന്താ പറയുക, ഭയങ്കര ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ. അപ്പം ഞാൻ ഈ എയർ ബ്രഷ് പഠിച്ചത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അനീസ് അൻസാരിയുടെ അടുത്തു നിന്നാണ് എയർ ബ്രഷ് മേക്കപ്പ് പഠിച്ചത്. ഒരു 1 ഡേ ക്ലാസ്സിലാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി മേക്കപ്പ് അറിയാവുന്ന ഒരാൾക്ക് 1 ഡേ ക്ലാസ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ എയർ ബ്രഷ് മേക്കപ്പൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്. മിക്സിങ്ങും കാര്യങ്ങളും നമ്മളല്ലാണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് നമുക്കത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ഈസി ആവും കേട്ടോ. പിന്നെ നമ്മൾ ഹെയർ ബ്രഷ് മെഷീൻ യൂസ് ചെയ്തിട്ട് തന്നെ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിസ്റ്റേറിൻ്റെ ബ്ലഷാണ് കേട്ടോ ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത്. 03 ആണെന്ന് തോന്നുന്നുണ്ട് ഷെയ്ഡ്. ഓക്കെ. അപ്പം അങ്ങനെ ബ്ലഷ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ PACൻ്റെ ക്രീം ബ്ലഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 02 ആണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ പൗഡർ സെറ്റിംഗ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പം ആൾക്ക് വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ലോങ് യാത്രയുള്ളതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് സ്റ്റേ ചെയ്യണം. അതുകൊണ്ട് നമ്മള് നന്നായിട്ട് പൗഡർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹുദേൻ്റെ പൗഡറാണ് ട്ടോ. ബനാന ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പം നന്നായിട്ട് പൗഡർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെത്ര ഡ്യൂയി ആയിട്ട് ചെയ്താലും പൗഡർ സെറ്റ് ചെയ്യുമ്പത്തേക്കും ഇതൊക്കെ മാറ്റ് ലുക്കിലേക്ക് വരും. പിന്നെ നമുക്ക് ഗ്ലോസും കാര്യങ്ങളും ഹൈലൈറ്റിങ്ങും ഒക്കെ കൊടുത്ത് അതിനെ ഗ്ലോയിലേക്ക് ആക്കാവുന്നേ ഉള്ളൂ ട്ടോ. ഇപ്പോൾ പൗഡർ സെറ്റ് ചെയ്യാണ്ട് നമ്മൾ വിട്ടാൽ എന്താ പ്രശ്നംന്ന് വെച്ചാൽ മേക്കപ്പിന് സ്റ്റേ കുറവായിരിക്കും വരിക. സോ നമ്മൾ പൗഡർ ഫിക്സ് ചെയ്യേണ്ടടുത്ത് നന്നായിട്ട് പൗഡർ ഫിക്സ് ചെയ്ത് തന്നെ വിടുക. എങ്കിൽ മാത്രമേ നന്നായിട്ട് ബേക്ക് ആവത്തുള്ളൂ നമ്മുടെ ഫൗണ്ടേഷനും കാര്യങ്ങളും. അല്ലെങ്കിൽ പെട്ടെന്ന് അതിന് പോവാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ മേക്കപ്പ് ഒരുപാട് സ്റ്റേ ചെയ്യത്തില്ല. അപ്പം എപ്പളും പൗഡർ സെറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക ട്ടോ. അപ്പം ഈ ഫേസിൽ ടച്ച് ചെയ്യുമ്പത്തേക്കും മേക്കപ്പ് പൊളിഞ്ഞു വരുന്നു, അവിടെ പാട് വീഴുന്നു എന്നൊക്കെ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. അത് നമ്മൾ നന്നായിട്ട് പൗഡർ സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. പൗഡർ നന്നായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് അവിടെ തന്നെ സ്റ്റേ ചെയ്യും. നമ്മൾ ടച്ച് ചെയ്താലൊന്നും ആ ഒരു മാർക്സ് കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഓക്കെ. അങ്ങനെ പിന്നെ നമ്മൾ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാർക്ക് ലിപ്സ് വേണമെന്ന് പറഞ്ഞു നമ്മൾ ഡാർക്ക് ലിപ്സാണ് ആൾക്ക് കൊടുത്തത്. റെഡ് കളർ ലിപ്സ് ആയിരുന്നു. ആളുടെ ഔട്ട്ഫിറ്റും വന്നിട്ട് നല്ലൊരു ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ. പിന്നെ നമ്മൾ കണ്ണിൻ്റെ താഴെ നമ്മൾ മേളിൽ യൂസ് ചെയ്ത അതേ ആ ഒരു ഷെയ്ഡ്സുകൾ യൂസ് ചെയ്ത് കണ്ണിൻ്റെ താഴെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ലൈൻ ചെയ്യുന്നത് PACൻ്റെ കാജൽ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ. അപ്പം ഞാൻ പൊതുവേ കണ്ണിൻ്റെ മുകളിൽ അങ്ങനെ എഴുതി കൊടുക്കാറില്ല. ബ്രൈഡ്സ് പറഞ്ഞാൽ മാത്രമേ എഴുതി കൊടുക്കാറുള്ളൂ ട്ടോ. ചിലവർ നന്നായിട്ട് കണ്ണ് എഴുതി വെക്കണം എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് എഴുതി കൊടുക്കാറുള്ളൂ. അല്ലാത്തവർക്ക് നമ്മൾ കോർണറൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് വിങ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ആ ഒരു ഐ മേക്കപ്പും കാണാൻ നല്ല ഭംഗിയാണ്. അല്ലാത്തവർക്ക് നമ്മൾ എഴുതണം എന്ന് പറയുന്നവർക്ക് എഴുതി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അകത്തും മുകളിലും താഴെയും എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടിടത്തും നമ്മൾ എഴുതി കൊടുത്തു. പിന്നെ ഈ കാജലൊക്കെ ഒന്ന് സ്മഡ്ജ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കളറിലെ ഐ ഷാഡോ യൂസ് ചെയ്തിട്ട് അതൊന്ന് സ്മഡ്ജാക്കി കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പം സ്പ്രെഡ് ആവത്തില്ല. സ്പ്രെഡായി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണേ. പിന്നെ നമ്മൾ കാജൽ യൂസ് ചെയ്ത് പിന്നെ നമ്മൾ മസ്കാരയാണ് യൂസ് ചെയ്തത്. മസ്കാര വന്നിട്ട് മെബലൈൻ്റെ ഫ്ലൈ ഹൈ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ. ആ ഒരു മസ്കാരയാണ് നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ ഇത് PACൻ്റെ ഐ ജെല്ലാണ് കേട്ടോ. അത് യൂസ് ചെയ്തിട്ട് ജെൽ ലൈനറാണ്. അത് യൂസ് ചെയ്തിട്ട് ഒന്ന് വിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റിംഗ് ആണ്. ഇത് ആസ് യൂഷ്വൽ നമ്മുടെ PACൻ്റെ ഹൈലൈറ്റർ തന്നെയാണ് കേട്ടോ. ആ ഒരു ഫിനിഷിങ് കണ്ടോ? നല്ല ഗ്ലോയാണ് ആ ഒരു പ്രൊഡക്റ്റിന് വന്നിട്ട്. എന്നോട് ഹൈലൈറ്റർ ചോദിക്കുന്നവരോടെല്ലാം ഞാൻ ഈ ഒരു ഹൈലൈറ്ററാണ് കേട്ടോ പറയുക. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് ചോദിക്കാറുണ്ട്. റോസ് സിൽക്ക് എന്നാണിത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് റോസ് സിൽക്ക് RAWSILK റോസ് സിൽക്കാണ്. റോസ് അല്ല റോസ് സിൽക്കാണ് കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ ഹൈലൈറ്റിംഗ് പോയിന്റുകളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് സ്കിൻ മേക്കപ്പിൽ നമ്മൾ പൗഡർ സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാറ്റായി പോകുന്നത്. പിന്നെ നമ്മൾ ഒരു വിധത്തിൽ അതിനെ ഗ്ലോ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഓക്കെ. അങ്ങനെ ആൾക്കൊരു ബ്യൂട്ടി സ്പോട്ട് ഉണ്ടായിരുന്നു. അതും ഇട്ട് കൊടുത്തു. പിന്നെ കണ്ണ് ഇട്ടായിരിക്കാൻ ചെവിയുടെ പുറകിലൊരു മാർക്ക് വേണമെന്ന് പറഞ്ഞു. അതും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഈ ഒരു ബ്രൈഡ് ഭയങ്കര സംസാരിക്കണ ഒരു ബ്രൈഡാണ്. ആള് മിണ്ടാതിരിക്കാൻ തന്നെ വലിയൊരു പാടായിരുന്നു കേട്ടോ. നമുക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. സോ നമുക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ. അങ്ങനെ നമ്മൾ ഫേസ് മേക്കപ്പൊക്കെ കഴിഞ്ഞു. PACൻ്റെ സ്പ്രേ അടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഹെയറാണ് കേട്ടോ ചെയ്യുക. ഹെയർ ആൾക്ക് സൈഡ് പാർട്ടീഷൻ മാത്രം മതി. തലേദിവസവും സൈഡ് പാർട്ടീഷനാണ് നമ്മൾ ചെയ്തത്. കല്യാണത്തിനന്നും സൈഡ് പാർട്ടീഷൻ തന്നെയാണ്. ആൾക്ക് ആ ഒരു അതിൽ മാത്രമേ ആൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൂ. വേറെ ഒന്നും ആൾക്ക് ചേരില്ല എന്നാണ്. പക്ഷേ സെൻട്രൽ പാർട്ടീഷനൊക്കെ ചേരുന്നുണ്ടായിരുന്നു. പക്ഷേ ആൾക്കെന്തോ സൈഡ് ചെയ്താൽ മാത്രമേ ചേരുള്ളൂ എന്നൊരു തോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ബിഗ് ഡേ ആണല്ലോ. സോ നമുക്ക് അവരെങ്ങനെയാണോ കംഫർട്ട് ആയിട്ടുള്ളത് അതാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. സോ നമ്മൾ ആൾക്ക് സൈഡ് പാർട്ടീഷൻ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തത്. പിന്നെ ഓപ്പൺ ഹെയർ സ്റ്റൈൽ വേണമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഈ വെഡ്ഡിങ്ങിന് കൂടുതലും ഓപ്പൺ ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ടാന്ന് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഈ താലിമാലയൊക്കെ കെട്ടുന്ന സമയത്ത് ഈ മുടിയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിമറിച്ച് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ പോകും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് പറയുന്നത് വെഡ്ഡിങ്ങിന്. അപ്പം ബൺ ആകുമ്പോഴത്തേക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഇതിപ്പം നമ്മൾ ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ പിന്നെ കാണുമ്പോഴായിരിക്കും ഓർക്കുന്നത് ഇത്ര മെസ്സായിരുന്നോ ഹെയർ എന്നുള്ളത്. കാരണം എത്ര നമ്മൾ
നീറ്റാക്കി വിട്ടാലും അവിടെ ചെന്ന് എല്ലാരും കൂടെ തലയിലും കഴുത്തിലും ഒക്കെ പണിയുമ്പത്തേക്കും ഇതെല്ലാം പോകും. ഫുള്ള് സംഭവങ്ങൾ പോകും. പിന്നെ എത്ര അവര് സെറ്റാക്കി ഇട്ടാലും പിന്നെ അതിനൊരു നീറ്റ്‌നെസ് ഇണ്ടാവില്ല. അതുമല്ല ബ്രൈഡ് പിന്നെ ഒന്നും ശ്രദ്ധിക്കില്ല. ഇപ്പം ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസിലൊക്കെ ആണെങ്കിലും അതിൻ്റെ ആ ഒരു അതൊരു ഇംപെർഫെക്ഷൻ ആ ഒരു സംഭവം അങ്ങനെ തന്നെ ഇണ്ടാവും. അപ്പോൾ പിന്നീടായിരിക്കും അതിനെപ്പറ്റി ചിന്തിക്കുക തന്നെ. ഫോട്ടോസും വീഡിയോസും കാണുമ്പളായിരിക്കും എല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും പേരോട് ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത്. ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ചിലർക്ക് അത് തന്നെ മതിയെന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അവരോട് പറയാറുണ്ട്. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവും. സോ അത് നന്നായിട്ട് കെയർ ചെയ്ത് നന്നായിട്ട് നോക്കാമെന്ന് പറയാറുണ്ട് ട്ടോ. ഓക്കെ. പിന്നെ നമ്മളിത് ഹെയർ ഫുൾ ബാക്ക് കോംബ് ചെയ്തു. ക്രിംബ് ചെയ്ത് ഞാൻ എല്ലാ മേക്കപ്പിനും മുന്നേ തന്നെ ക്രിംബിങ് ചെയ്യും. ആദ്യം ക്രിംബ് ചെയ്തിട്ടാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക ട്ടോ. ഓക്കെ. അപ്പം നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്തു. ഹെയർ സ്റ്റൈലിൽ ഈ ഒരു ലൈൻസ് എങ്ങനെയാ വരുന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും ലൈൻസ് വൃത്തിയായിട്ട് വരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ചിലവരുടെ ഹെയറിൽ നല്ല നീറ്റായിട്ട് വരും. ചിലരുടെ ഹെയറിൽ അത്ര നീറ്റായിട്ട് വരത്തില്ല. അത് ഓരോരുത്തരുടെ ഹെയറിൻ്റെയും ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും ട്ടോ. പിന്നെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ ഒരു സംഭവം വരത്തുള്ളൂ. ആ ഒരു ലൈൻ പുൾ ചെയ്തെടുക്കുന്നത് വരത്തുള്ളൂ. എനിക്ക് ഇപ്പോഴും എൻ്റെ അത്രയ്ക്ക് നീറ്റായിട്ടല്ല. ചിലവരുടെ ഹെയറിൽ എനിക്ക് പ്രശ്നമില്ല. ചിലവരുടേതിൽ അത്ര നീറ്റായിട്ട് കിട്ടാറില്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ ആവത്തുള്ളൂ. അതിന് പ്രത്യേകിച്ച് ട്രിക്സും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനും മാത്രം ഇല്ല ട്ടോ. എന്നോട് കുറച്ചധികം പേര് ചോദിക്കാറുണ്ട് ലൈൻസ് വരുന്നില്ല എന്ന്. സംഭവം ഇതാണ്. എനിക്കിപ്പം വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരും ട്ടോ. ഓക്കെ. പിന്നെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നമ്മൾ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഹെയർ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഗുച്ചി ഇട്ട് കൊടുത്തു ട്ടോ. ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തത് ഗുച്ചിയാണ്. അപ്പോൾ ഗുച്ചിക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് എന്തെങ്കിലും വേറെ യൂസ് ചെയ്യാൻ പറ്റുമോ? റേറ്റ് കുറഞ്ഞതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ അറിയില്ല. ഞാൻ അതിനെപ്പറ്റി വേറെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടിട്ടില്ല. അതിനെപ്പറ്റി കേട്ടിട്ടുമില്ല. വാസ്ലിൻ തേക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അതും എനിക്ക് ആക്ച്വലി അറിയില്ല കേട്ടോ. വാസ്ലിനൊക്കെ അങ്ങനെ തേക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം നമ്മൾ ഗുച്ചിയാണ് യൂസ് ചെയ്യാറ്. ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടുമില്ല. ആരും വേറെ ഒന്നും യൂസ് ചെയ്ത് കണ്ടിട്ടുമില്ല റേറ്റ് കുറവുള്ളത്. ഓക്കെ. അപ്പം ഗുച്ചിയൊക്കെ നമ്മളൊന്ന് വാങ്ങിച്ചാൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മളൊരു വളരെ കുറച്ച് സാധനം എടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യത്തില്ല ഒരുപാട് നമ്മൾ പ്രോഡക്റ്റ് ഇട്ട് കൊടുത്താൽ ട്ടോ. ഓക്കെ. അപ്പം ഇതാണ് നമുക്ക് ഫൈനൽ ലുക്ക് വരുന്നത്. ആളുടെ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒറ്റ ജ്വല്ലറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഗോൾഡൊക്കെ ഒഴിവായിട്ടുണ്ട് ഇപ്പം. പക്ഷേ നല്ലൊരു പ്രീമിയം ലുക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് ആ റൂമിൽ വന്നിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. സോ നമുക്ക് നല്ല നല്ല ഔട്ടുകളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ മേക്കപ്പ് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ. സീ യു.